YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മയോണൈസ് ആണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ചെയ്യുന്നത്, വേല ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വിനീഗർ വേണം നമുക്ക്, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ വേണം, പിന്നെ സോൾട്ട്, എഗ്, പിന്നെ ഫ്ലേവർക്ക് ഗാർലിക് വേണം. അപ്പം ഫസ്റ്റ് ആയിട്ട് മിക്സ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഇതിൽ വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഫുള്ള് ഡ്രൈ ഔട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗാർലിക് ആണ്. അപ്പൊ ഗാർലിക്കിന്റെ അളവ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലേവറിന്, അതായത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഗാർലിക് ഫ്ലേവർ ആയിട്ടുള്ള മയോണൈസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, താല്പര്യമില്ലാത്തവർക്ക് കുറക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ടേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എഗ്. ഞാനിപ്പോൾ 2 എഗ്ഗാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം 2 മുട്ട. സ്വതവേ നമ്മൾ വൈറ്റ് മാത്രം എടുത്ത് ചെയ്യുന്നവരുമുണ്ട്, വൈറ്റും യെല്ലോവും ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വേസ്റ്റേജ് വരുന്നതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ചേർക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ പിന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് കുറച്ച് ഉപ്പ്, വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പം ഇത്ര ആഡ് ചെയ്ത കാര്യങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓവർ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് റിഫൈൻഡ് ഓയിൽ തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് അടിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മളിവിടെ അടിച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞു, നല്ല തിക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലായിട്ട് ഇപ്പം അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. ഓയിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഫ്ലേവറിങ്ങിന് ഗാർലിക് ഞാൻ ഇപ്പൊ ഇവിടെ മിനിമൽ ആയിട്ട് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഗാർലിക് ഫ്ലേവർ കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അടിക്കുമ്പോൾ മിനിമൽ ആയിട്ട് മാത്രം അടിക്കുക, ഓവർ ബ്ലെൻഡ് ആവരുത്. പിന്നെ ഓയിൽ ഡയറക്റ്റ് ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. കാരണം അത് പിരിഞ്ഞു പോകാണ്ട് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും മയോണൈസ് റെസിപ്പി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.